ഹലോ! വി ആർ ബാക്ക് അഗൈൻ. ഈ നല്ലൊരു ഇൻസ്റ്റാഗ്രാം ലൈവ് കഴിഞ്ഞ് ഒരുപാട് നല്ല ചോദ്യങ്ങളുടെ സംസാരം കഴിഞ്ഞ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവ് മീ ദിസ് ടൈം ഫോർ താങ്ക് മൈ യു. ചാനൽ. യാ താങ്ക് യു. നമ്മൾ ലാസ്റ്റ് 2012 ഇന്റർവ്യൂ ചെയ്തത്. അതിൽ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഐ ഷോഡ് യു റൈറ്റ്? ഓക്കെ. യെസ്. യാ സോ 2012 ദിസ് വാസ് ലൈക്ക് 13 ഇയേഴ്സ്. അതിൽ എന്തെല്ലാം സംഭവിച്ചു? ഇതപ്പോൾ പത്മഭൂഷൺ വരെ കിട്ടി. പത്മഭൂഷൻ്റെ മൊമെന്റിൽ നമ്മൾ ഇൻസ്റ്റയിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഉം. കാര്യം എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ശോഭന എന്ന് വിളിച്ച ശേഷം പത്മഭൂഷൺ എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേർഡ്സ് ദ പ്രസിഡന്റ് ആൻഡ് ആ ഒരു കാരണം ആ ഒരു സമയത്ത് മനസ്സിലുണ്ടായിരുന്ന എന്തായിരുന്നു ആൻഡ് ഹു ആ ഒരു സമയം നമ്മളിപ്പോൾ ഓൾറെഡി റിഹേഴ്സ് ചെയ്തതല്ലേ. സോ എല്ലാം ഒരു ക്ലോക്ക് വർക്ക് പോലെയാണ്. പോണം. അതൊക്കെ പോയി. സോ നമ്മൾ ജസ്റ്റ് ഡൂയിങ് ആ ജോബ്. അവിടെ ഈ സൈഡ് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ സൈഡ് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. സോ ഞാൻ മാത്രമല്ല നോൺ മീഡിയ പീപ്പിൾ ലൈക്ക് ഇവൻ ദ പദ്മ ഓൾ ഓഫ് ദി അവാർഡീസ് അവർക്ക് അറിയാം എവിടെയാണ് ക്യാമറയാണ്. സോ അവർ ഇനിയിട്ട് അവർ ഈ ക്യാമറയൊക്കെ തൊഴുത് ആ ക്യാമറയൊക്കെ തൊഴുത് ഇറ്റ്സ് ഓൾ ലൈക്ക് പാർട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ആക്ച്വലി ഐ വാസ് വെരി വെരി നെർവസ് ഓഫ് ദിസ് ഹോൾ തിങ്. എനിക്ക് ആക്ച്വലി ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ അതെൻ്റെ ഐ തിങ്ക് ഓൾമോസ്റ്റ് ദ ഫോർത്ത് ടൈം ദറ്റ് ഐ എം ഗെറ്റിംഗ്. പക്ഷെ എന്നാലും ഈ ഇതിൻ്റെ മുമ്പുള്ള സമയങ്ങളെല്ലാം ഐ വാസ് ഐ തിങ്ക് മച്ച് യങ്ങർ റൈറ്റ്. സോ ഒരുപാട് ഒന്നും വലിയതായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അതിൻ്റെ എനോർമിറ്റി I just understood the enormity now. അതെ. So I'm just thank everybody for having, been part of this process. എനിക്ക് എൻ്റെ ഗുരുക്കൾമാരുണ്ട്. ശ്രീമതി ചിത്ര വിശ്വേശ്വരൻ. I'd like to thank her. I'd like to thank Dr. Padma Subramaniam. പിന്നെ of course my parents because അവരാണ് they are the ones who gave me this, they're the ones who steered me towards ഡാൻസ്. the right gurus. അതെ. ഡാൻസിങ് എവറിബഡി ക്യാൻ നമ്മൾ ടെലിവിഷൻ കണ്ടിട്ടും നമുക്ക് ചെയ്യാം. പക്ഷെ ആ ഗുരുത്വം എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി റെയർ. സോ അതാണ് ഐ തിങ്ക് ഇറ്റ് കൈൻഡ് ഓഫ് സേവ്സ് യു, ഇറ്റ് കീപ്സ് യു ഗോയിങ് ഓൾവേസ് വെൻ യു ആർ അണ്ടർ ദ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് യുവർ ടീച്ചേഴ്സ്. സത്യം പറഞ്ഞാൽ ശോഭന മാമിൻ്റെ പ്രൊഫൈല് ഞാൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് കാര്യങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. സത്യം. ഐ മീൻ ലൈക്ക് വാവ്! അതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ യു ബീങ് വെരി കൈൻഡ്. കം സോ ഓൺ യാ. ഇറ്റ്സ് ഫൈൻ. താങ്ക് യു. സോ ഡോക്യുമെന്ററി ചെയ്യുന്നു തഞ്ചാവൂർ അമ്പലങ്ങളെക്കുറിച്ച്. ആ ഒരു ചിന്ത എങ്ങനെയായിരുന്നു? ചിന്ത അത് വന്നിട്ട് നമ്മൾ ഈ കോവിഡ് സമയത്ത് ഞാൻ എനിക്ക് എപ്പോഴും അപ്പോഴാണ് സമയം കിട്ടിയത്. എനിക്ക് തഞ്ചാവൂർ ടെമ്പിൾ ഐ എം enamored by the architecture. I'm enamored by the story behind that particular temple. അത് എങ്ങനെ അത് അവരത് കെട്ടിയത് because there's one huge stone, a one piece stone which is at the top of that. It's like called the Vimana, right? So ഇതെല്ലാം എനിക്ക് it's like it was always like a hook. And of course Tanjavur is always the place where Bharatanatyam was actually born. Sade. So എനിക്ക് each time I go back to that temple, there's something that says, and I wanted to be a part of it. So ഈ കോവിഡിലാണ് I had to get the permissions and I had to write up about the temple. So we had some fantastic music. So we went and shot there. അപ്പോൾ ആരും ഇല്ലായിരുന്നല്ലോ. സോ എൻ്റെ ഒരു ഭാഗ്യമാണ് ബിക്കോസ് ആ ടെമ്പിൾ വാസ് ആക്ച്വലി എംപ്റ്റി. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ആൾക്കാരുണ്ട്. നമുക്ക് 10-15 നമുക്ക് സെറ്റ് ആൾക്കാർ വെക്കാൻ പറ്റില്ലല്ലോ ടു മൂവ് ദ ക്രൗഡ്. സോ ഇറ്റ് വാസ് ലൈക്ക് വെയിറ്റിംഗ് ആൻഡ് വൺ ഓഫ് ദ ഇപ്പോൾ എല്ലാവരും ചോദിക്കല്ലേ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറി ഓർ എന്താണ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസേർട്ട് ഓർ സംതിങ്. എനിക്ക് വന്നിട്ട് the vision of both the Tanjavur temple and the Kumbakonam Airavateshwara temple in the the pinkish glow of the sun is something that I will never ever forget. It's so the granite also changes color. It goes from dark gray to gold and to pink. So these things നമ്മൾ ഒരു ഫിലിം ക്യാമറ എടുത്തിട്ട് പോയതാണ്. പക്ഷെ നമുക്ക് ലൈറ്റ് പോലും ഇടണ്ടായിരുന്നു ബിക്കോസ് നേച്ചർ ജസ്റ്റ് സപ്പോർട്ടഡ് us in വെരി നൈസ്. canning it. Yeah. അതിന്ന് പിന്നെ ഒരുപാട് ഓണററി ഡോക്ടറേറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും സത്യമായിട്ടും ഒരു PhD തീസിസ് കാരണം ഞാൻ മൺചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കൊരു ഇൻ്റർവ്യൂ തരാൻ പറ്റി ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് തീസിസ് സബ്മിഷൻ്റെ സമയമാണ്. അതെ. അതിനെക്കുറിച്ചൊന്ന് പറയോ? തീസിസ് സബ്മിഷനെ അല്ല കുറിച്ച്. അത് ഭയങ്കരമായിരിക്കും. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ.
സോ സോ എനിക്കത് ഇതൊരു പ്രശ്നം ഉണ്ട്. എനിക്കിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. സോ അതൊരു വൺ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ ഫങ്ഷൻസ് ദാറ്റ് വേ. എന്ത് ചെയ്താലും എനിക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. ബിക്കോസ് എനിക്ക് ഐ മൈ ഐ കാം ഡൗൺ ആക്ച്വലി വെൻ ഐ റീഡ് വെൻ ഐ റൈറ്റ്. സോ ദാറ്റ്സ് ദി ഓൺലി റീസൺ. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ചെയ്തു വെച്ചതിലേ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. സോ ഇറ്റ് ടുക്ക് മീ ഈ തീസിസ് തന്നെ ആക്ച്വലി എൻറോൾമെന്റ് ചെയ്തിട്ട് ഇറ്റ് ടുക്ക് മീ ലൈക്ക് ഐ തിങ്ക് 4 years. പക്ഷെ അതിനെപ്പറ്റി ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ് ഫോർ മെനി Many years. ഇയേഴ്സ്. Because ഇപ്പോൾ we can't say one day we're going to do a PhD, but what is it? Like, what is your contribution? What is your contribution to original knowledge? So then so many questions about abhinaya, about acting, then ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ വെൻ വി ഡു ദ ഡാൻസ് അതിന് റെഫറൻസസ് ഉണ്ടല്ലോ. ഇപ്പോൾ തഞ്ചാവൂർ ടെമ്പിൾസ് നമുക്ക് കർണാസ് ഉണ്ട്, കർണ സ്കൾപ്ചേഴ്സ് ഉണ്ട്. സോ ഓൾ ഓഫ് ദ ഫിസിക്കൽ മൂവിങ് തിങ്സ് യു ഹാവ് documentation. But do you have a documentation of the face? You don't. So then you might have it, but I don't see it, right? So then we found out why. And then we just figured out that this has to be, at least this information has to be given out. So dance and your face actually never came in tandem. Right? Because if you look at all of those paintings, the face is not very expressive. So there is a reason why. So so this is when I slowly started to write. I started thinking of it when I was very, very busy. And of course, it came in many, bits and pieces and cloudy information and then wrong information. And then there's so many doubts when you do your PhD. Is this really worth your time? Well, I think so. തുടരുമിനെ കുറിച്ച് പറയണം എന്തായാലും. സോ പറയണമല്ലോ. യെസ്, എക്സാക്ട്ലി. ഞാൻ കം ബാക്ക് എന്നൊന്നും പറയില്ല. യു ഹാവ് നെവർ ഗോൺ ബാക്ക് എനിവേ. പക്ഷേ ഈ തുടരും കംബാക്ക് ആക്കും, നല്ല കംബാക്ക് ആക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് തരുൺ മൂർത്തി ഒരു ഫോട്ടോ കാണിച്ചു തന്നു. തരുൺ മൂർത്തി താങ്കളുടെ ഡയറക്ടർ ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇട്ടുതരാം. ഈ ഫോട്ടോ, ദാറ്റ്സ് വാട്ട് ഹി സെഡ്. ഈ ഫോട്ടോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഫോട്ടോ ഐ തിങ്ക് തരുൺ the atmosphere എന്താണെന്ന് വെച്ചാൽ he's a very different director. തരുൺ, are you listening? തരുൺ വരും, പിന്നെ തരുണിന്റെ ഫാമിലി മൊത്തം അവിടെ ഇരിക്കും. സോ ഇതൊരു ഹോം പോലെയാണ്. സോ തരുണിന്റെ ഈ ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും, തരുണിന്റെ മോന് ഇങ്ങനെ മറ്റു മോന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, തരുണിന്റെ മാമിയാര് മാമനാര്, തരുണിന്റെ പേരൻസ്, ഫാമിലി, ഹോൾ ഫാമിലി. റിയലി റിയലി very cute to see. അവര് they'll be in the background and Tarun will be all over the place slowly thinking and doing all of these things, but his family is always there, his children are always there. So I think that atmosphere of family, because it is a family film, the family film aanu. So I think Tarun also got all of those emotions from his family that was lying. He has children, so I think that really helped for everybody to bond. Appo matta first son, initially he was very close to me, and then I think he shifted focus. He's like 5 years old or something like that. So Tarun is very different. He works with music. He puts on rough music and then he works with it. അതാണ് ഒരു കാര്യം തരുൺ പറഞ്ഞു. അതായത് മറ്റേ പ്രകാശായിട്ടുള്ള ആക്ഷൻ കോറിയോഗ്രാഫിയിൽ താങ്കൾ ഒരുമിച്ച കോറിയോഗ്രാഫിയിൽ ആ സ്റ്റൈലിനൊക്കെ കൊറിയോഗ്രാഫിയിൽ പെട്ടുപോയി. അങ്ങനെ ഒരുപാട് ബഹളങ്ങളൊക്കെ അടിക്കുന്നു, അവിടെ ചവിട്ടു ഇവിടെ ചവിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ താങ്കളുടെ വിരലിൽ എന്തോ പറ്റി, ഒരടി കിട്ടി വിരലിന്മേൽ. പക്ഷെ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കിട്ടി അടി. പക്ഷെ എന്താ വെച്ചാൽ പല പ്രാവശ്യം അടി കിട്ടി എന്നുള്ളത് കാണിക്കാനായി കുറച്ച് നല്ലോണം അങ്ങോട്ട് കൈവിരലിന്റെ തുമ്പ് നീലച്ചു. അങ്ങനൊന്നുമില്ല. ഞാൻ എപ്പോഴും ഐ യൂസ് ടു ടെൽ തരുൺ, ഇതിങ്ങനൊന്നും സംഭവിക്കരുത്, അത് ഇങ്ങനെ സംഭവിക്കരുത്. ബിക്കോസ് എനിക്ക് പേടിയാണ്. ബിക്കോസ് ആ ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും തരുണോട്, ഇതിങ്ങനെ ആയിപ്പോയി, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഐ മീൻ അപ്പൊ ഞാൻ വരൂല. ബിക്കോസ് പ്രകാശ് ഹി വാസ് ഇൻ ഫുൾ ഫോഴ്സ്, സോ യു കാന്റ് ബ്ലെയിം ഹിം. സോ ഞാൻ ബൈ മിസ്റ്റേക്ക് ഐ ഡിഡ്ന്റ് പുട്ട് മൈ ഫിംഗർ ദേർ. സോ അങ്ങനെ ഒരു അടി. ഹീസ് ബീയിങ് നൈസ്. അതും പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ശോഭന മാം എന്നൊരു ശോഭന ചേച്ചി എന്ന് വിളിക്കുന്ന അത്ര റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായി. മലയാളം സിനിമയിലെ എല്ലാവരും ചേച്ചി ചേട്ടൻസ്. അത് പറഞ്ഞപ്പോ 41 വർഷമായി സിനിമയിൽ വന്നിട്ടില്ലേ?
Yeah, thanks 1984. for making me feel so old. No, Uh-huh. you are ever the timeless beauty, elegance എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ. ഉവ്വ്. പക്ഷേ ഒരു കാര്യമുണ്ട്, 85, 86, 87 ഫിലിമോഗ്രഫി നോക്കിയാണ്ടല്ലോ, ശോഭന ഹാസ് ആക്ടഡ് ഒരു ആവറേജ് 16 സിനിമകളിൽ. 22 films. ആണോ? Yes. എന്റെ 1 ദൈവം. year it was 22 films. 22. Yes. എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? എന്റെ ദൈവമേ, ഇവിടെ ഒരു പടം ചെയ്യണമെങ്കിൽ 2-3 ഒരു കൊല്ലം പിടിക്കും. ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ. ഇപ്പോ അത് വേറെയാണ്, ബിക്കോസ് ടെക്നിക്കാലിറ്റി ടേക്സ് എ ലോട്ട് ഓഫ് യുവർ ടൈം. Correct. അപ്പോഴതൊന്നും ഇല്ലായിരുന്നു. ആ. എന്നുവെച്ചാൽ അത് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആ ഇമോഷൻസ് ആണ്, സ്ക്രിപ്റ്റ് ആണ്. ഉം. സോ ഒന്ന് രണ്ട് ഹീറോസ് ഉണ്ട്. അപ്പോൾ ആ. ഒന്ന് ഡയറക്ടറാണ്, ആ. ദ മെയിൻ ഇസ് ദ സ്ക്രിപ്റ്റ്, ആ. റൈറ്റ്? പിന്നെയാണ് എവറിബഡി ആക്ടേഴ്സ് ആൻഡ് എവറിത്തിങ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ദ ഗോൾഡൻ പീരിയഡ് ഓഫ് മലയാള സിനിമയിൽ ഐ വാസ് ലക്കി ടു ബി ദർ, അതെ. റൈറ്റ്? സോ ഇതിൽ ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഒരു ഷൂട്ടിങ്ങിൽ പോവും. അത് 22 days ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് ചെയ്യും. ഞാൻ ഒരു ദിവസം വീട്ടിൽ പോവും, അമ്മയും അച്ഛനെ കാണും. പിന്നെ തിരിച്ചും പോകുമ്പോഴത്തേക്കും മമ്മൂക്കായിരിക്കും. ആ. പിന്നെ മമ്മൂക്ക വീട്ടിൽ പോവും. പിന്നെ ഞങ്ങൾ വരും, അടുത്ത സെറ്റിലേക്ക് പോവും, മമ്മൂക്കായിരിക്കും. പിന്നെ ലാലായിരിക്കും. പിന്നെ തിരിച്ചും ലാലായിരിക്കും. പിന്നെ ഡേ ലാലായിരിക്കും. അങ്ങനെ. സോ we've just grown up as a family. എനിക്ക് ഫിലിം വേൾഡ് ഇസ് മൈ കോളേജ്. വെരി നൈസ്. റൈറ്റ്. എന്തെങ്കിലും ഈ സിനിമയിൽ സ്റ്റേജിൽ പഠിക്കാത്തത് സിനിമയിൽ വന്ന് പഠിച്ചിട്ടുണ്ടോ? യു മീൻ ആ. ടു ആർട്ട് ടു ഫോംസ്? ആർട്ട് ഫോംസ്. സ്റ്റേജിൽ പഠിക്കാത്തത് ലൈഫ്. ഉം. സിനിമ ഹാസ് ടോട്ട് മീ ലൈഫ്, ഹാസ് ടോട്ട് മീ ഹ്യൂമിലിറ്റി, ഹാസ് ഗിവൻ മീ നോളജ്. ഈ പറയുന്ന എല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സ് അല്ലേ, ലൈക്ക് ഭരതൻ സാർ, പപ്പേട്ടൻ, മിസ്റ്റർ ബാലു മഹേന്ദ്ര, ഫാസിൽ സാർ, പ്രിയദർശൻ, ആൻഡ് ഓൾ ഓഫ് ദി അതർ ഡയറക്ടേഴ്സ് ദാറ്റ് ഐ ഹാവൻ മെൻഷൻഡ്, മിസ്റ്റർ അടൂർ ഗോപാലകൃഷ്ണൻ, മിസ്റ്റർ അരവിന്ദൻ, ഇവരുടെ എല്ലാം സ്ക്രിപ്റ്റ്സ് ആർ ലൈക്ക് ഗോൾഡ്. സോ നമുക്ക് അതിൻ്റെ ഒരു പ്രീവ്യൂ ഉണ്ട്. സോ ആ പ്രീവ്യൂ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് അവരുടെ എന്തെങ്കിലും ഒരു 1% വരൂലേ. സോ ഇതാണ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് അസ്. ഇപ്പം ഞങ്ങൾക്കെല്ലാം എൻ്റെ ജനറേഷൻ, ഞങ്ങൾ വലിയതായിട്ട് ആരും കോളേജൊന്നും പോയിട്ടില്ല. പക്ഷേ ദർ ഈസ് ദിസ് ബ്രില്യൻസ് ഇൻ ദാറ്റ് ബിക്കോസ് ഓഫ് ഓൾ ഓഫ് ദീസ് എക്സ്പീരിയൻസസ് വിത്ത് സോ മെനി സ്ക്രിപ്റ്റ്സ്. അത് ആ സിനിമ കാലഘട്ടത്തിൽ എനിക്ക് വേണമെങ്കിൽ റിലവൻ്റായി നിൽക്കുക എന്നുള്ളത് താങ്കൾക്കൊരു ഇതിലാണ് വെച്ചെങ്കിൽ, മൺചിത്രത്താഴ് തൊട്ട് ഇപ്പം ഈ തുടരും വരെയാണെങ്കിലും യു ഹവ് ബീൻ റിലവൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇല്ലേ? റിലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനൊന്നും തോട്ട് പ്രോസസ്സ് പോവില്ല. ഞങ്ങൾ റെലവെന്റ് ആവണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കിട്ടണം, അത് പോകണം, ചെയ്യണം, അങ്ങനൊന്നും ഇല്ല. Just doing what we are paid for, that's all. So To put it in another way, ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പറഞ്ഞു, but then I'm just putting it another way. പക്ഷേ ഒരാള് ശോഭനയുടെ ഒരു സിനിമയും കാണാത്ത ഒരാൾക്ക് 3 സിനിമകൾ കാണണം എന്ന് പറഞ്ഞാൽ ഏത് 3 സിനിമയായിരിക്കും? മംഗളനായകി, 1979 ആദ്യത്തെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത്. അതെ. തുടരും. Then so many of my Telugu films are wonderful. Hello Darling Lechipothama. നോക്കിയാണ് മാർച്ച് 21 അല്ലേ ബർത്ത്ഡേ? അന്ന് തന്നെയാണ് മംഗളനായകിയും റിലീസ് ചെയ്തത്. ആണോ? ദാറ്റ്സ് വാട്ട് വിക്കിപീഡിയ സേസ്. ഓക്കെ. ഞാൻ വിചാരിച്ചു അത് അറിഞ്ഞില്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ എൻ്റെ വക. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സ്കൂൾ, കോളേജസ്, അങ്ങനെ. ഇപ്പം സോറി തെറ്റി, കുഴപ്പമില്ല. ഭരതനാട്യം ഇന്ത്യയിൽ നിന്നും ബിയോണ്ട് ദ ബോർഡേഴ്സ്, പിന്നെ അതിർത്തി കടന്ന് കൊണ്ടുപോകാൻ വാട്ട് ഇൻസ്പയർഡ് യു? ഞാൻ മാത്രമല്ലല്ലോ, എനിക്ക് മുമ്പ് എത്രയോ പ്രീഡെസസേഴ്സ് ഉണ്ട്. ദ സെൻസ് എൻ്റെ ഗുരുക്കന്മാർ എല്ലാവരും, എൻ്റെ കൊളീഗ്സ്, അവരുടെ എല്ലാം വി ഓൾ ഗോ അബ്രോഡ് ഫോർ ടൂർസ്. ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ. എന്നിരുന്നാലും ഇപ്പൊ ദുബായിൽ തുടങ്ങാനുള്ളൊരു കാരണം എന്താ? ദുബായ് ബിക്കോസ് ഞങ്ങളുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അത് ഒരു സ്മോളർ സ്റ്റൈൽ ഓഫ് ഡാൻസ് ആണ്. ഇൻ ദ സെൻസ് അത്രയ്ക്ക് ഒരു പോപ്പുലറിസ്റ്റിക് ആയിട്ടില്ല. ദാറ്റ് ഈസ് ബിക്കോസ് അത് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അത് വഴൂർ രാമയ്യ പിള്ളയെന്ന് എൻ്റെ ഗുരു ശ്രീമതി ചിത്ര വിശ്വേശ്വരൻ. പിന്നെ അവർക്ക് ഇങ്ങനെ വലിയ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഷിയർ മാഗ്നം ഓഫ് people, like students, they don't pass out. I was there maybe a couple of 100 students. But ippozhuthe stylegallam, they have lot of colleges and lot of things. So all of those styles are popular. Because style is good. Every style is good. It depends on the dancer.
but also in terms of the volume of students graduating from Yeah, different right. schools. So it is my duty to start if I can, because one thing is, people can see a different part of dance, otherwise everybody Right. sometimes tends to dance in the same way. Yeah. And I want my teacher style Also. also to be known. It's അപ്പോ very important to me. എങ്ങനെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുക? എങ്ങനെയാണ് അവരെ നമ്മൾ സെലക്ട് ചെയ്യുക? അവരെങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ, അവർക്ക് ഒന്നെങ്കിലും അറിയണം, പിന്നെ അവരിങ്ങനെ എഴുതും, ഉം. പിന്നെ നമ്മൾ ഒരു ക്രൈറ്റീരിയൻ വെക്കും. ദ ഉം. ക്രൈറ്റീരിയൻ ഇസ് ഓൺലി അക്കോർഡിംഗ് ടു ദ ടീച്ചേഴ്സ് അവൈലബിൾ. ഉം. സോ ഇപ്പോൾ ദുബായ് ഓൺലൈൻ ആണെങ്കിൽ അതിന് ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്. ഉം. മറ്റ് ഡിഫറെൻറ്റ് ഏജസ് ഹവ് ബീൻ സെലക്ട്. സോ അവരിങ്ങനെ വാക്ക് ഇൻ വരും. ഉം. അപ്പം ഞാൻ അവരെ നോക്കും. അവരെന്തെങ്കിലും I'll make them do something. ഉം. Then an online, unless you have certain distinctions, ഉം. it is very difficult to teach. ഉം. Correct. It is that I honestly അപ്പൊ have to say, അപ്പൊ ഈ ജൂണിൽ ഇപ്പോ ദുബായിൽ ഐ തിങ്ക് യു ഗോണ ഗോ 5, 6, 7 I have to go. Ah. I have a stipulated amount of classes that I have to attend. Yes, and then there's a walk in for you. there is a walk-in for me. Oh, great. Okay. Nice So, of you to ask me. And അതാ ദുബായിലെ കുട്ടികൾ കണ്ടോളൂ. യു വിൽ ഗെറ്റ് ഹർ മോർ ഡീറ്റെയിൽസ് ഓൺ ദിസ് ഇൻസ്റ്റാ. പക്ഷെ ദാറ്റ്സ് നൈസ്. പല ഭാഗത്തുള്ള കുട്ടികൾ, അതാ എൻ്റെ ചോദ്യം, നേരത്തെ തപ്പിപ്പോയ ചോദ്യം. അതായത് ഒരുപാട് കുട്ടികളെ താങ്കളുടെ കലാർപ്പണ വഴി പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെയും അവരെവിടെയെങ്കിലുമൊക്കെ പെർസീവ് ചെയ്യുന്നുണ്ടോ ഡാൻസ്? pursue ചെയ്യുന്നുണ്ട്, ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കറക്റ്റ്. ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ താങ്കളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു വാല്യൂ എന്തായിരിക്കും ഫ്രം ദ സ്കൂൾ ഓഫ് ശോഭന? Value is just like എൻ്റെ ടീച്ചർ എന്നെ എന്താ പഠിപ്പിച്ചത്, ഷീ ഗേവ് മീ ഓൾ ദ ഫ്രീഡം. ഫ്രീഡം എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരാളിന് ഇഫ് യു ടീച്ച് ദ ഡാൻസ്, അത് ഇറ്റ്സ് ലൈക്ക് ചെയിനിങ്. പക്ഷേ മൈ ടീച്ചർ ടോട്ട് മീ ടു ടീച്ച് എ ബിറ്റ്. സോ ദാറ്റ് ഇഗ്നൈറ്റഡ് എ സ്പാർക്ക്, റൈറ്റ്? സോ അതേപോലെ ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ അത് ടീച്ചേഴ്സ് എങ്ങനെ അവർ ടീച്ചേഴ്സ് ആവണം എന്നും പറഞ്ഞു കൊടുക്കും, റൈറ്റ്? സോ ദേ ആർ സെൻറ്റ് വിത്ത് വാട്ട് എവർ നോളജ് that I have. Right. That they know how to choreograph, they know how to music record, they know how to come up with little jatis, and they know how to say those jatis clearly. They know their talam patterns. They know the differences, the theory, the differences between padams, what kind of padams to do, and the beauty of the padavarnams. Why do you do a particular padavarnam in Bhairavi? What kind of speeds that you can do it in. Then they are also taught to question, right? Because they shouldn't someone shouldn't tell them ഇത് ഇപ്പിടിതാൻ പണ്ണണം, അത് ഇപ്പിടിതാൻ പണ്ണണം എന്ന് വെച്ചാൽ ഇത് ഇപ്പിടി ചെയ്താൽ അത് എന്താണ് അതിൻ്റെ, what is the argument that you can give. So these are the things that I teach. ഭരതനാട്യം ശരിക്കും പറഞ്ഞാൽ ഡീപ്ലി ഒരു സ്പിരിച്വൽ ആണെന്ന് പറയും സാധാരണ, റൈറ്റ്? Deeply spiritual at different ages for different people. നമ്മളിപ്പോൾ when we are young, 15, 16, നമ്മുടെ സ്റ്റാമിന ആണ് അതിൻ്റെ പീക്ക്. ആ സമയത്ത് നമ്മൾ ഡീപ്ലി സ്പിരിച്വൽ ആയിട്ട് പോകുന്നത് റെയർ ആണ്. എനിക്കിപ്പോൾ 1-2 സ്റ്റുഡൻസ് അങ്ങനെ ഉണ്ട്. അവർക്ക് വളരെ ചെറിയ വയസ്സാണ്, അവർക്ക് ഒരുപാട് ഭാവമുണ്ട്. ഭാവം ഇസ് ഓൾസോ സ്പിരിച്വൽ. അതെ, അവർക്ക് അറിയാതെ തന്നെ അവർക്ക് ദ ഫീൽ ഓഫ് ദി മ്യൂസിക്, ദ ഫീൽ ഓഫ് ദി ഇമോഷൻസ്. സോ അതും ഒരു ലെവലിൽ സ്പിരിച്വാലിറ്റി ആണ്. സോ ഭാവം ഉള്ളവർക്ക് ചിലപ്പോൾ അഭിനയം ഉണ്ടാവില്ല. അതെല്ലാം വേറെ വേറെയാണ്, റൈറ്റ്? അഭിനയം കുറേ പിള്ളേർക്കുണ്ട്, പക്ഷെ അവർക്ക് ഭാവം ഉണ്ടാവില്ല. സോ ദീസ് ആർ ദ തിങ്സ് ദറ്റ് ഐ ലേൺ, റൈറ്റ്? സോ വെൻ യു സേ സ്പിരിച്വൽ, പിന്നീട് സംടൈംസ് ദെൻ യു ഗെറ്റ് സ്പിരിച്വൽ. ഏതെങ്കിലും അങ്ങനെ ഒരു സ്റ്റേജിൽ മതി മറന്ന്, അതായത് അവനോനെ മറന്ന് അങ്ങനെ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എവറിത്തിങ്. അല്ല, എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. when you were dancing in Trivandrum, ഞാൻ മതി മയങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. because I'll tell you the reason. I think because നമ്മൾ there is always ഈ ആക്ടിങ് പോലെ തന്നെയാണ്. നമ്മൾ മതി മയങ്ങി, it's like we can't beat everybody and get beaten up the process. അത് അങ്ങനത്തെ ഒന്നും മതി മയങ്ങണ്ട. but even in stage there is a certain amount of control that you need. നമുക്ക് you can't constantly keep doing. അവർ പാടുന്നവർക്കും അങ്ങനെ പാടണം. So ഇതെല്ലാം there is a lot of control that you need. In that control, sometimes once or twice or thrice or 4 times I have had different experiences. Nice. Right?
which doesn't happen all this ഉം. time. So it's nothing is it's all fluke ആണ്. ഉം. It just happens. അതിന് audience is very very important. ഉം. അങ്ങനത്തെ ഒരു റൈറ്റ് ഓഡിയൻസ് ആണെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ആ. ഓക്കെ റിസെപ്റ്റീവ് ആയിട്ട് വേണം. ജസ്റ്റ് നമ്മളിങ്ങനെ ഇതെന്താണ് ചെയ്യണേ അങ്ങനെ ഒരു ആ. and then it's you just might as well do something like Something. trance. ആ കമ്മിങ് ടു ട്രാൻസ് ആൻഡ് തിരുച്ചമ്പലം ആ. അതിൽ എവിടെയാണ് ട്രഡീഷണൽ ആ ക്ലാസിക്കൽ സ്റ്റേ അവിടെ ഒരു ഇന്നോവേഷൻ നടന്നിട്ടുണ്ട് യു ബ്രോട്ട് ഇൻ ടെക്നോളജി ആൻഡ് സോ എവിടെയാണ് തിൻ ലൈൻ ബിറ്റ്വീൻ ടെക് ആൻഡ് Everybody brings in tech, you know. Every dancer has tech. See, you can't. You, once you say tech, even when you push in a computer and you do traditional music, it becomes technology. Even if you have lights switching ingana poi, there's a little bit of puja, that is technology. You use the velakku, that is not technology. You do not use microphones, that is not technology. Avada irunnalle ellam തുടങ്ങിയത്. And see, this dance and all was not meant to be done on stage. It was meant to do it in the temples. Tavil and dance were meant to go together, right? So adinte ഒരു staccato echo ആണ്. That is why you put your foot. പക്ഷെ ഇപ്പൊ അത് ചെയ്താൽ you need foot mics for that because you don't have that kind of acoustics, right? So ഈ technology എന്ന വാക്ക് അതെല്ലാം everybody has done that technology. പക്ഷെ യുവർ ഇന്നോവേഷൻ ഞാൻ കണ്ടേക്കണം എനിക്ക് ഇത് ഐ മീൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഐ റിമെമ്പർ ഫസ്റ്റ് ടൈം വി മെറ്റ് ട്രിവാൻഡ്രത്ത് സൂര്യ സാർ പറഞ്ഞിട്ട് വി ബ്രോട്ട് ഇൻ ഫോർ ഒരു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ആനുവൽ ഡേക്ക് വേണ്ടി യു കേം ഇൻ ആൻഡ് പെർഫോംഡ്. ആ സമയത്ത് ഈ കരീബിയൻ ഡ്രംസ് വെച്ചിട്ട് കോമ്പിനേഷനിൽ യു ഡിഡ് സംതിങ് വിച്ച് വാസ് ബ്യൂട്ടിഫുൾ. ദാറ്റ് വാസ് ഇന്നോവേഷൻ ഫോർ മീ ആ കാലത്ത്. ദിസ് വാസ് വേ ബാക്ക് ഇൻ 2005. Right. So for me, എനിക്ക് ഈ ബോക്സസ് ഉണ്ട്. So if you say traditional, I think of the margam, the 7 items, the padavarnam as traditional. Anything that you add to it, even if you swing your hip or that becomes something else, adinum oru perundu. So the nomenclature of all of these things is very important to me. Bharatanatyam is something the right side, let's say that the left side also you will do. So it's very simple actually, right? Anything else you add to it. അതാ ഒരുപാട് വലിയ പവർഫുൾ ഇൻഫ്ലുവൻസസിന്റെ കൂടെ മാം കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് വിത്ത് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. My gurus. Yes, Dr. Sonal Mansingh. Instagram influencers. Dr. Sonal Mansingh. ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസർ എൻ്റെ കാലത്ത് കേട്ടോ ഇവരൊക്കെ. പിന്നെ അതുമാതിരി വിക്കു വിനായകം, ബോംബെ ജയശ്രീ, ശിവമണി, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ. സോ അവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസർ അല്ല, അന്ന് കാലത്ത് എന്തായിരുന്നു? ഹൗ വാസ് ഇറ്റ് ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് കമ്മിങ് ബാക്ക് ടു തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരിയായിരുന്നോ? സി അവര് ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോ ആൾക്കാർ, ഓരോ ആർട്ടിസ്റ്റ്, അവർ ആരും ഭരതനാട്യത്തിന് വേണ്ടി പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ല, റൈറ്റ്? പക്ഷേ ഈ ഐ നെവർ അണ്ടർസ്റ്റുഡ് ഇത് ഭരതനാട്യം, ഇത് വോക്കൽ, അത് നോൺ, അങ്ങനൊന്നും എനിക്ക് ഒരുപാട് അങ്ങനെ ഡിവിഷൻസ് ഇല്ലായിരുന്നു. എക്സാമ്പിൾ വോക്കൽ മ്യൂസിക്. സോ വോക്കൽ മ്യൂസിക്കിൽ ജയശ്രീജി സിങ്സ് the same songs as my singer does, Radhaka, right? So why not ask her? So and then being such great artists, they were open to innovation. They were open to performing with me, right? So they are saying, and they understood. So sometimes I give them my padavarnams, which Jayashree ji has said that it's not part of their repertoire. Whether it is Jayashree ji or Abhishek ji, avarki padavarnam in the concept, it does not figure at all for them. But now I believe that they are actually doing some of these Bharatanatyam pieces in their vocal concert. So inginatha, it's not about Vikku ji or Jayashree ji or anything. It's all music. So of course I ask them because I'm always wanting to be inspired differently, and it's the same thing with them. They don't have to do it, but they also want to be inspired. We don't do it every day. So Abhishek Raghuram is one of the maestros of Carnatic. So where I also learn a lot. ഇതെല്ലാം academician, institutionalist, choreographer, oh come on, playwright, composer, actor, dancer. Come on. ഇതെല്ലാം മാറ്റി വെച്ചാൽ ശോഭന ആരാണ്? This is what you see. ഇതൊന്നും മറവില്ല. പക്ഷെ ഒരു കുസൃതി ഉണ്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. അന്ന് 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പട്ടിക്കുട്ടീനെ കാണിച്ചു.
ഭയങ്കര ക്വർക്കിനെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് താങ്കളുടെ സ്വഭാവത്തിലും. I'm quirkiness is a compliment ആ നല്ലതാണ്. because that's my mind makes connections. ആ അപ്പം ഞാൻ മാത്രമല്ല ഏ, കേട്ടോ. A lot of artists are like that. ആ, വളരെ quirky ആണ്. ഏ, So you have different connections. Not all work. ആ, അതുമുണ്ട്. ഏ. ചിലതൊന്നും ഒരു ഭയങ്കര ഫ്ലോപ്പായി നിൽക്കും. പക്ഷെ കുറേതെല്ലാം ഇറ്റ്സ് പ്രിറ്റി ഉം. ഓക്കെ. പട്ടിക്കുട്ടിക്ക് 7,000 വ്യൂ അവനവന് അത്ര ഇല്ല എന്ന് കുറച്ച് മുമ്പ് അന്ന് പറയും. ഞാൻ പറഞ്ഞു ഉം. പട്ടിക്കുട്ടിക്ക് 7,000 വ്യൂ, എനിക്ക് ഒരു 3,000 ഉള്ളൂ. ഫൈൻ, വിൽ ബ്രിങ് ഹിം ഹിയർ. ആ കൊണ്ടുവരും. പക്ഷെ ഈ ചില സമയത്തുണ്ടല്ലോ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ലോൺലിനെസ് തോന്നിയിട്ടുണ്ടോ? ക്വൈറ്റ് മൊമെന്റ് ദാറ്റ് നോബഡി സോ, അങ്ങനെ ഉണ്ടോ? That nobody saw. ആ അവനവൻ്റെ ഒരു എന്ന് സ്വന്തം, വെച്ചാൽ അതായത് ഒരു ലോൺലി മൊമെന്റ് അല്ലെങ്കിൽ ലോൺലിനെസ് lonely happy or lonely sad? ബോത്ത്. Lonely happy എപ്പോഴും എനിക്കത് വേണം. ബിക്കോസ് ലോൺലി എന്ന് വെച്ചാൽ ലോൺലി അങ്ങനത്തെ ലോൺലി അല്ല. അല്ല I want to be left alone Me in time. a nice way. Me time. That is lonely. But have I been sad and lonely? Never. With the God's grace, I've never been sad and lonely. പക്ഷെ ഇത്രയും കാലത്തില് പ്രായമല്ല കേട്ടോ ഞാൻ പറയണേ, പല പല കുഴപ്പമില്ല, കാര്യങ്ങൾ പറഞ്ഞോളൂ. നമുക്കൊക്കെ ഒരു പ്രായം അതുകൊണ്ട് ഉം. കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം എപ്പോഴും അവനവൻ്റെ ചെറിയ കുട്ടിക്കാലത്തുള്ള ശോഭനയിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗം ഇപ്പോഴും കൊണ്ട് സൂക്ഷിക്കുന്നുണ്ടോ? പിന്നെ ആ. that's me. I mean, ബട്ട് ഒരു ഒരു സ്വഭാവം, സംതിങ് വിച്ച് ഇസ് ബേസിക്കലി യുവർ കോർ. my core has changed. ആ My core has changed with my experiences. ആ, And I've understood a lot about my appreciation for, or I have empathy. ഉം, It's not that other people don't have empathy. ഉം, I try to have empathy even when I don't need to have empathy. ഉം, So അത് നിങ്ങൾ ഒരു ബാഡ് ട്രേറ്റ് എന്ന് പറയും. ഉം. ഞാൻ I think I ഇല്ല. have the bandwidth. ആ If it goes badly, I have the bandwidth അതെ. to do that. So for me, I think that was always there. ആ, ഞാൻ എപ്പോഴും മറ്റവന്റെ ഷൂല് I think what he did this because this, she did this because of that. So I think ഉം. that's something that even my students actually have. അതായത് ഈ ഒരു ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. Irritation. എനിക്ക് irritation ഉണ്ട്. So ഞാനതൊരു എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. irritation ഉണ്ട്. ഉം. എപ്പോഴും അല്ല. ഉം, എനിക്ക് എപ്പോ ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ 2 or 3 things. ഉം, നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴോ ആ, നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴോ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ക്യാൻ വി ടേക്ക് എ ഫോട്ടോ? ഉം, യെസ്. അപ്പോൾ I'll say either I'll say I'm sick ഉം, or I'll say I'm not dressed like you ഉം. and I will avoid or I will take it. But I have a problem with people ഇങ്ങനെ ചാരി വന്ന് നിൽക്കോ? ഇല്ല, ചാരി നിൽക്കൂല, അവരിങ്ങനെ അറിയാതെ എടുക്കുകയാണേ. അപ്പോൾ നമുക്കിത് അറിയുന്നുണ്ട്. സോ that bothers me because I'm like, I know exactly what you're doing. Yeah. It's not very nice. ഉം. So coming back to irritation, ഇന്നലെ എൻ്റെ മോള് ഏ, അവൾ ഒരു പ്രോഗ്രാമിന് പോയി, ഒരു ഉം. ഭരതനാട്യം റിസൈറ്റൽ പോകുമ്പോഴത്തേക്കും അവൾ തിരിച്ചു വന്ന് പറഞ്ഞത്, അമ്മയ്ക്ക് അറിയോ ദിസ് പേഴ്സൺ ദറ്റ് വി നോ, ഉം. ഷീ വാസ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് മീ ഇൻ ദ സ്ലൈ ആൻഡ് ഷെയറിങ് ഇറ്റ്. I said, are you sure മോളെ? ബിക്കോസ് ഇതിങ്ങനെയൊന്നും പറയരുത്. ഉം. She said no, and എൻ്റെ സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. She said yes. So this irritates me because അതൊരു അന്യ ആളല്ല, സ്ട്രേഞ്ചർ അല്ല, എപ്പോ വേണേ വീട്ടിൽ നിന്ന് എടുക്കാം. നമുക്ക് നല്ല അറിയുന്ന ആള് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ചെയ്തത് ശോഭനയുടെ മോളാണോ? So എനിക്ക് അത്ഭുതമാണ് അതെല്ലാം. ഇതെല്ലാം വലിയ വലിയ നല്ല വയസ്സായ ആൾക്കാരാണ്. ഞാൻ ചോദിക്കില്ല ആരാന്ന്. ചോദിക്കും, കുഴപ്പമില്ല, പക്ഷേ പോട്ടെ. എപ്പോഴും മുഖത്ത് പ്രകാശിച്ച് നിൽക്കുന്ന കണ്ണുകളാണ്. ഈ കണ്ണ് എഴുത്ത്, ആ, മേക്കപ്പ്, അതുകൊണ്ടാണ് മാത്രം. സോ ആ ഒരു ഒരാൾ ചോദിച്ചു ടൈംലെസ് എലഗൻസ്, ടൈംലെസ് ബ്യൂട്ടി എന്നൊക്കെ. പക്ഷേ മേക്കപ്പ് എങ്ങനെയാ? സാധാരണ ഞാൻ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. യു വെരി പ്ലെയിൻ, ഒരു എയർപോർട്ട് ലുക്കൊന്നും ഞാൻ ഐ ഹാവ് നോട്ട് സീൻ യു. പലവരും നമ്മൾ മേക്കപ്പ് എങ്ങനെയെന്നോ? ആ, മേക്കപ്പ് ഞാൻ ഇടും, അല്ലേ? കുറച്ചൊക്കെ ഇടും. പക്ഷെ കണ്ണൊക്കെ എന്റെ USP ആണേ, അതെല്ലാം ഞാൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവൂല. ആൻഡ് ദെൻ ഐ തിങ്ക് യു ആർ ഗ്രീൻ. ഇന്നും ഒരു ഗ്രീൻ ആണ്. പത്മഭൂഷൺ മേടിക്കുമ്പോഴും ഗ്രീൻ ആണ്. സോ ഇസ് ദി ഗ്രീൻ ഈസ് യുവർ ഫേവറേറ്റ് കളർ? ഗ്രീൻ ഇസ് ആക്ച്വലി നോട്ട് മൈ ഫേവറേറ്റ് കളർ. പക്ഷെ ഞാൻ എല്ലാ കളറും, ഈ പർപ്പിളും പിങ്കും, അപ്പോൾ എല്ലാവരും പറഞ്ഞു സിക്ക് ഓഫ് ഇറ്റ്, ഗോ ആൻഡ് ബൈ സം കപ്പിൾ ഓഫ് ഗ്രീൻ സാരീസ്. അപ്പോൾ ഞാൻ അങ്ങനെ
അതെ. ഗ്രീൻ ഇട്ടു. ദിസ് ദി ഓൺലി കളർ ഐ ഡോണ്ട് ഹാവ്. അതെ. അപ്പൊ പിന്നെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ, അതെ. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അതായത് എപ്പോഴും ഒരു എങ്ങനെയാ ഇത്രയും എന്താ പറയാ ഒരുപാട് ട്രാവലിംഗ്, അവാർഡ്, പെർഫോമൻസസ്, പിന്നെ മീറ്റിംഗ്സ് ഇങ്ങനെയൊക്കെ എൻ്റെ ഇടയിൽ കൂടെ It's വന്നിട്ട് really bad, believe me. ബട്ട് ഹൗ ആർ യു ഗ്രൗണ്ടഡ്? എങ്ങനെയാണ് ഇറ്റ് മീൻസ് I have to be for survival, right? I ഉം. have to be grounded. ഇതെല്ലാം മായ. ഉം. This will go, but I can't. What do you ഉം. mean by grounded? അതായത് അവനോനിൽ തന്നെ വെച്ചെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ്, ആ കാംനെസ് അതെങ്ങനെയാ ഒരു വയസ്സ് വരുമ്പോ തന്നെ എല്ലാവർക്കും അത് വരും? വരണ്ടേ? ശരി, എനിക്കൊന്നും വന്നിട്ടില്ല കേട്ടോ അത്. കാംനെസ്സേ ഇല്ല എനിക്കൊന്നും എനിക്കൊന്നും. ആയിട്ടില്ല അന്ന്. അങ്ങനെയാണ് തന്നെ ഈ ഒരു ലോകം ഒരു വലിയ ഫാസ്റ്റ് പേസിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴെങ്കിലും സ്ലോ ആ. ഡൗൺ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? Slow down, I have not been given the opportunity. ഉം. സോ അത് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഇരിക്കുമെന്ന് പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ. ഉം. അത് നാച്ചുറൽ പ്രോസസ് ആണേ. സോ ഉം. അത് ഇപ്പൊ എനിക്ക് കുറച്ച് ഐ ഹാഡ് സം ഇഷ്യൂ വിത്ത് മൈ ലെഗ്. ഉം. അപ്പോ 3 months I was in a cast. ഓ. അപ്പോ then I was like, okay, this is a natural way to slow down. ഉം. പക്ഷെ അത് ശരിയായി. ഉം. അപ്പോ what to അതെ. do? അപ്പൊ ഈ ചിരി ആരും ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഒരു കുസൃതിയിൽ എപ്പോഴും സ്വയം ആലോചിച്ചിരിക്കുന്ന വല്ലതും ഉണ്ടോ? ഇല്ല. നത്തിങ്. ആഹ. ഒരു ജോക്ക് I have a blank mind when I'm ആണല്ലേ? alone. ഞങ്ങൾ സാധാരണ White മനുഷ്യർ light ആണ് 8 മണിക്ക് ഉറങ്ങും ചെയ്യുന്നു പറയുന്നുണ്ട്, റൈറ്റ്? sometimes. ആ. ആൻഡ് സോ വാട്ട് ഈസ് ദാറ്റ്? ഒരു പുതിയ സാധനം അറിയണമെങ്കിൽ, ഇപ്പൊ പുതിയൊരു സാധനം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, ഹൗ ഡു ഗെറ്റ് അപ്ഡേറ്റഡ്? Yo, that's a tricky question. It's a good one because a lot of people ask me and I don't know. So I do understand that a lot of artists, അവരെല്ലാം നല്ല updated ആണ്. Example, like even Pandit Ravi Shankar. He used to know everything. There's never a busier person than he was, but he used to be updated. Everybody. So I think that's one thing that I have to do. Though I read a lot, I'm not very updated No. about. Okay. No, I need to. It's not that I don't know. I think I should be more Yeah. updated. I don't know if it's a good thing, but I'm going to try. that's a way. പത്മഭൂഷൺ വാങ്ങിയ ഈ ശോഭന എന്ന് പറയുന്ന ഈ ബണ്ടിൽ ഓഫ് ടാലന്റ് ആദ്യം Oh, how cute. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. Mhm. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ പോകുന്ന ആ ശോഭനയ്ക്ക് ഒരു കത്ത് എഴുതണമെങ്കിൽ, ഒരു ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? You're doing the right thing, honey. ഇത്രയും കുട്ടികൾ താങ്കളുടെ സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസിൽ നിന്നും പഠിച്ചൊരു ലെസൺ ഉണ്ടോ? ലൈക്ക് റിവേഴ്സ് മെന്ററി? No. Mm. I learn from there. I learn because they keep me calm, right? So they trust in me and the kind of, when I speak to them, that teaches me. And then every student here, I want to make different artists. I don't like them. Example, നമ്മൾ എല്ലാവരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ സെയിം കൈ സെയിം ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ. അത് എനിക്ക്, because again my mind makes different connections. So if everybody dances the same, then where is the individuality of one dancer? So നമ്മള് ഇൻഡിവിജ്വാലിറ്റിയെ കളഞ്ഞിട്ട് നമ്മളൊരു ഓഡിയൻസിന്റെ ഒരു ഓഡിയൻസിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സിങ്കോപ്പേറ്റ് ചെയ്ത് പോണത്. സിങ്കോപ്പേഷൻ. So for me, I find that a sad thing. I want every artist to blossom differently. Okay. So I'm trying that. So yes, and when I'm trying that, that is what I learn. Right. Because I engage with different minds of different children. Nice. എല്ലാവരും ചിൽഡ്രൻ അല്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഈ ഫ്രം 15-16 to about 21, അതാണ് ബെസ്റ്റ് ഏജ് ടു ടീച്ച്. റൈറ്റ്. ദെൻ ഇറ്റ്സ് Good. നോട്ട്. എപ്പോഴും തോന്നിയിട്ട് ഞാൻ ഇത് ചെയ്തത് പോരാ, ഐ നീഡ് ടു ഡു മോർ, ഞാൻ എന്താ ചെയ്യണേ, അങ്ങനെയൊക്കെയുള്ള സെൽഫ് തോട്ട് വരാറുണ്ടോ? നോ. ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ശോഭന മാമിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് എൻ്റെ മാത്രമല്ല പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇത് പറയണം എന്ന്. അതായത് ഫോട്ടോ എടുക്കൂല പക്ഷെ എയർപോർട്ടില്, ബിക്കോസ് ഐ എം ലൈക്ക് ദ വേഴ്സ്റ്റ് ഡ്രസ്ഡ്. സത്യം. അപ്പോ റീസൺ ഈസ് നമ്മള് എവിടുന്നാണ് ഈ ചുടിദാറൊക്കെ കിട്ടുന്നത്? അതെന്താന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല ഷോപ്പിംഗ് ചെയ്യാൻ. പിന്നെ ഇവർ ഓരോന്നായിട്ട് വരും, കെൻ യു ഡു ആൻ ഇൻസ്റ്റാഗ്രാം, ഒരു കടകള് ഇത് ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ ഈ ഒരു ബിസിനസ്, അതെനിക്കൊന്നും ശരിയാവില്ല.
ഇത് ഇട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് എടുക്കാം. എന്നാ അപ്പം മുടി ഇവിടെ കെട്ടിവെക്കും. ഉവ്വ. ഞാനും ആ. അങ്ങനൊന്നുമില്ല. ഉവ്വ് ഉവ്വ്. ഞാൻ അല്ല, കണ്ടിട്ടുണ്ട്. അത് ഓക്കെ. ഉം. മസ്റ്റ് ഹാവ് ബീൻ എ ബാഡ് ഷൂട്ട്. ബാഡ് ഷൂട്ട് ഡേ, ബാഡ് ഹെയർ ഡേ പോലെ ബാഡ് ഷൂട്ട് ഡേ ആയിരിക്കും. അതെ. സോ ദെർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ഗെറ്റ് മൈ അതെ. വാർഡ്രോബ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മേടിച്ച സാരിയാണ്. താങ്ക് യു സോ യെസ്. മച്ച്. ഫോർ ദ ലവ്ലി. ഫസ്റ്റ് ടൈം ദാറ്റ് മൈ സ്റ്റാഫ് ഇസ് ലൈക്ക്, പാടി இப்பதான் நல்லா இருக்குது. യാ. അങ്ങനെ ഈ ചിരിയിൽ അതായത് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം അതാണ്. ഈ ആ. സ്വന്തമായിട്ടുള്ള ഒരേ എന്താ പറയാ സ്വന്തം റെസ്പെക്ട് യു ഏൺഡ്. അവനവൻ്റെ ഡിമാൻഡ്സ്, അവനവൻ്റെ കാര്യങ്ങൾ, അവനവൻ്റെ രീതിയിലാണ് സിനിമയിൽ അഭിനയിച്ചതും എല്ലാം ഇതുവരേക്ക് എത്തിയതും. എപ്പോഴെങ്കിലും വൾണറബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? യെസ്, യെസ്. വൾണറബിൾ മൊമെന്റ്സ് അത് ഇപ്പോഴാണ്. സി ഈ ഇൻസ്റ്റഗ്രാം ഏജിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു ഉദ്ഘാടനമോ ഉം. അതിങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്കതൊന്നും ശീലമല്ല. ആൾക്കാർ ഉം. ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു 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 ഐൻ്റെ ഒരു റിങ്കിൾ എടുത്തിട്ട് അങ്ങനെ ഒന്ന് സൂം ബാക്ക്, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് വി ഫെൽ പ്രേ ടു ഓൾ ഓഫ് ദോസ് Yeah, തിങ്സ്. yeah, yeah. So I don't understand why people should do that in the first place. So ഇതെല്ലാം എനിക്ക് ഒരു what do you say that moment, ഒരു vulnerable moment ആ, ആണ് ആ, because there's nobody, ആ. because നമ്മുടെ ഒരു അങ്ങനത്തെ ലൈറ്റ് അല്ലല്ലോ ഇപ്പൊ അതെ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ, ഇടുന്ന ലൈറ്റ്. So അതെ. we'll all not look so great and then there are comments. So these are the few things that I'm learning, saying everybody is not as nice as we think they are. നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും kids with camera, we're like, hi, how are you, and then they have a different idea Yeah, to do this. right. So ഒരു ക്വസ്റ്റ്യൻ കൂടി എനിക്കുണ്ട്. Mhm. മറ്റേ മകള് വലുതാവുമ്പോൾ പാരന്റിങ് വ്യത്യാസമായിട്ടുണ്ടോ? ഉണ്ട്. ഉം. ഇല്ല, അപ്പൊ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് സംസാരിക്കണേ. ഞാനും. അല്ലെങ്കിൽ ഒരു ഉം. ബ്ലോ അപ്പ്, അപ്പൊ ഉം. ഇത് ബ്ലോ അപ്പ്. സോ ഭയങ്കര ഇപ്പൊ മോളെ ഉം. എവറിത്തിങ് ഓക്കെ, ഉം. അങ്ങനെ ഫൈൻ, ഇറ്റ്സ് ഗ്രേറ്റ്. ഇറ്റ്സ് നൈസ് നോ? യാ. കുഞ്ഞി വാഴയപ്പോഴും ഞാൻ അവളെ കണ്ടിരുന്നത്. പിന്നെ ഒരിക്കൽ നമ്മൾ എയർപോർട്ടിലാണല്ലോ കാണാറ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്ക് ഇനി ചോദ്യങ്ങളുണ്ട്. പക്ഷെ എനിക്കറിയാം 8 മണിയാ പറയാ ഉറങ്ങാനുള്ള സമയമായി. താങ്ക് യു, താങ്ക് യു യു ബീങ് സോ സോ മച്ച്. കൈൻഡ്, ലവ്ലി. ബൈ. താങ്ക് യു.